ഓക്കെ, അപ്പം സൈൻ ഓഫ് കൺവെൻഷൻ ലെൻസ് ഫോർമുലയിൽ നമ്മൾ ഇവിടെ പഠിക്കുന്ന പോലെ തന്നെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു, മിറർ ഫോർമുല പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെയും ഈ ഡിസ്റ്റൻസ് ഒക്കെ എടുക്കുന്നത്, ഒബ്ജക്റ്റിൽ നിന്നും ഇമേജ് ഫോം ചെയ്യുന്നത്, റേ ഓഫ് ലൈറ്റ് അത് ഫോക്കസിൽ മുന്നേ ആണെങ്കിൽ, ഫോക്കസിൻ്റെ ലെങ്തിൽ താഴെയാണെങ്കിൽ, മുകളിലാണെങ്കിൽ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും എടുക്കുമെന്നൊക്കെയാണ് നമ്മൾ പഠിച്ചത്. അത് തന്നെയാണ് ഇവിടെയും തന്നെ വരുന്നത്. സോ ഇത്രയും മനസ്സിലാക്കുക. ഇവിടെ നമുക്ക് ലെൻസ് ഫോർമുല എന്ന് പറഞ്ഞാൽ 1f ഡിവൈഡഡ് ബൈ 1v മൈനസ് 1u എന്ന് പറയുന്നതാണ് ലെൻസ് ഫോർമുല. ദ ഫോക്കൽ ലെങ്ത് ഫോർ കോൺവെക്സ് ലെൻസ് ഈസ് പോസിറ്റീവ് ആൻഡ് കോൺകേവ് ലെൻസ് ഈസ് ടേക്കൺ ആസ് നെഗറ്റീവ്. ഇത്ര ഓർത്താൽ മതി. ഓക്കെ, ദ ഫോക്കൽ ലെങ്ത് ഫോർ കോൺവെക്സ് ലെൻസ് ഈസ് പോസിറ്റീവ്. കോൺവെക്സ് പോസിറ്റീവും കോൺകേവ് നെഗറ്റീവ് ആയിട്ടായിരിക്കും നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇതേപോലെ മെഷർമെൻറ്റ് തരുമ്പോൾ നമ്മൾ വിയിലും യുയിലും ഒക്കെ ആഡ് ചെയ്യുക. അതനുസരിച്ച് ആ പ്രോബ്ലം ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതിൻ്റെ എക്സാമ്പിള് നിങ്ങളുടെ ടെക്സ്റ്റിൻ്റെ അകത്തുണ്ട്. അത് ഒന്നോ രണ്ടെണ്ണോ ഒക്കെ നോക്കിയൊന്ന് പഠിച്ചാൽ മതി. ഓക്കെ, ഒന്ന് വർക്കൗട്ട് ചെയ്യാം. ഇനി മാഗ്നിഫിക്കേഷൻ. Actually, magnification is the size of an object and image and the formed image size. ആ ഒരു റേഷ്യോ ആണ്. ഇത് സൈസ് ഓഫ് ഇമേജ് ഡിവൈഡഡ് ബൈ സൈസ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ആണ് മാഗ്നിഫിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ആക്ച്വലി ദ റേഷ്യോ ഓഫ് സൈസ് ആൻഡ് റേഷ്യോ ഓഫ് ഇമേജ് ഫോർമേഷൻ in a particular lens it remains same, and the ratio of size of image to that of object is called the magnification of lens. മാഗ്നിഫിക്കേഷൻ ഡിഫൈൻ ചെയ്യാനായിട്ട് നോക്കണം, അത് പഠിച്ചു വെക്കേണ്ടതാണ്. ദ റേഷ്യോ ഓഫ് സൈസ് of the image to that of the object is called magnification of an object or magnification of lens. So magnification of lens എങ്ങനെ represent ചെയ്യുന്നത്? The size of image divided by size of object. Okay, അതിനെ നമുക്ക് m is equal to v by u എന്നും represent ചെയ്യാം. And dispersion of light. Dispersion എന്ന് പറഞ്ഞാൽ ലൈറ്റിന് സംഭവിക്കുന്ന വിഘടനത്തിനാണ്. ഓക്കെ, നമുക്ക് കിട്ടുന്ന വൈറ്റ് ലൈറ്റ് ആണ്. വൈറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ സൺലൈറ്റ് വൈറ്റ് ലൈറ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ അതെല്ലാം വിഡ്ജോറ് നമുക്ക് കാണാൻ പറ്റില്ലേ? മഴവില്ലിൻ്റെ എല്ലാ റേസും കൂടെ ചേരുന്നതാണ്, അല്ലെങ്കിൽ എല്ലാ ഓൾ കളർ ഓഫ് ലൈറ്റ്സ് ഈസ് മിക്സ്ഡ് ആൻഡ് വി ക്യാൻ സീ ഇൻ ദ ഫോം ഓഫ് വൈറ്റ് ലൈറ്റ്. ധവളപ്രകാശം എന്ന് നമ്മൾ പറയാറുള്ളത്, അല്ലെങ്കിൽ വെളുത്ത പ്രകാശം എന്ന് പറയുന്നത് ഈ പറയുന്ന വിബ്ജിയോറിൻ്റെ അകത്തുള്ള എല്ലാ കളേഴ്സിൻ്റെയും കൂടെ മിക്സിനെയാണ്. അതെല്ലാം കൂടെ മിക്സ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് വൈറ്റ് ലൈറ്റ് ആയിരിക്കും. സോ ഈ പറയുന്ന ലൈറ്റിനെ നമ്മളൊരു പ്രിസത്തിലൂടെ കടത്തി വിടുകയാണെങ്കിൽ, ഓക്കെ, ഇതേപോലെ ഒരു ഗ്ലാസ് പ്രിസം നമ്മളെടുത്ത് ഈ വൈറ്റ് ലൈറ്റിനെ അല്ലെങ്കിൽ സൺലൈറ്റിനെ നമ്മൾ ഇതേപോലെ കടത്തി വിടുകയാണെങ്കിൽ നമുക്കിവിടെ സ്പെക്ട്രം ഓഫ് ലൈറ്റ്സിനെ നമുക്ക് കാണാൻ പറ്റും. ഗ്രീൻ, യെല്ലോ, നമ്മുടെ വിബ്ജിയോറിനെ നമുക്കിവിടെ കാണാൻ പറ്റും. സോ ഇതിനെയാണ് ഡിസ്പേർഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് when the white light or a sunlight passes through a prism that split into constituent color, the phenomenon is called dispersion. That arises due to the fact that refractive index of prism, കാരണം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓരോ മീഡിയത്തിലൂടെയും ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്പീഡ് ഓഫ് ലൈറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ ദ മീഡിയം. ഓക്കെ, so it can reflect the different colors or different colors of light. So the passing through a prism is deviated in a different angles. ഈ ഡിഫറെൻ്റ് ആംഗിളിലൂടെ ഈ ഡീവിയേഷൻ നടക്കുന്നത്, ഒരു പോയിന്റ് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഡിഫറെൻ്റ് ആംഗിളിൽ ഈ ഡൈവേർഷൻ നടക്കുന്നതുകൊണ്ടാണ് ഇതേപോലെ ഘടകവർണ്ണങ്ങളായിട്ട് ബെൻഡ് ചെയ്ത് തന്നെയായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. സോ it's normally we can see in rainbow and soap bubble. ഇതിൻ്റെ അതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ പറയുന്ന ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് ആണ്. ഓക്കെ, ആൻഡ് അതേപോലെ റെയിൻ ഡ്രോപ്സിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന മഴത്തുള്ളികളുടെയൊക്കെ അറ്റത്ത് നമുക്ക് റെയിൻബോ കാണാൻ പറ്റും ആ വൈറ്റ് ലൈറ്റ് പാസ് ചെയ്യുമ്പോഴത്തേക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ കാരണം ഈ പറയുന്ന ഡിസ്പേർഷനാണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ നോക്കാനുള്ളത്. ഈ ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് ആ ഫിനോമിനൻ എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യാൻ പഠിച്ചു വയ്ക്കുക. ഓക്കെ, അതേപോലെ
ഈ ഡിസ്പേർഷൻ എവിടെയൊക്കെ കാണാൻ പറ്റും എന്നുള്ളതിന് എക്സാമ്പിളും പഠിച്ചു വയ്ക്കുക. സി ഇതൊക്കെ റെയിൻബോ, അതേപോലെ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഇൻ എയർ, ഇതെല്ലാം ഇൻ ദ പ്രസൻസ് ഓഫ് വൈറ്റ് ലൈറ്റ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ റീസെൻ്റ്ലി നമുക്ക് ഏറ്റവും കൂടുതൽ ഇന്നത്തെ കാലത്ത് ആവശ്യമുള്ള ഒരു പോർഷൻ കൂടിയാണ്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പോർഷനാണിത്, ഐ ആൻഡ് ഐ ഡിഫക്ട്സ്. ഓക്കെ, പല പല കാരണങ്ങളുണ്ട്. ജനറ്റിക്കലായിട്ടുള്ള റീസൺസ് ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ടുള്ള റീസൺസ് ഉണ്ട് ഈ ഐ ഡിഫക്ട്സിനൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, സോ നോർമലി നമ്മുടെ ഐ എന്ന് പറയുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. ഓക്കെ, ഇൻ ഐ എ കോൺവെക്സ് ലെൻസ് ഫോംസ് റിയൽ. കോൺവെക്സ് ആണ്. കോൺവെക്സിൻ്റെ പ്രത്യേകത എന്താ? എന്തിനൊക്കെയാണ് കോൺവെക്സ് മിറേഴ്സ് യൂസ് ചെയ്യുന്ന? ഒരു 2 യൂസ് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് പെട്ടെന്ന്? ഓക്കെ, ദെൻ അപ്പോൾ നോർമലി നമ്മുടെ കണ്ണിൽ റെറ്റിന എന്ന് പറയുന്നൊരു പോർഷനുണ്ട്, ഞാൻ പറഞ്ഞായിരുന്നു. സോ ഈ റെറ്റിനയിലായിരിക്കും നമ്മൾ കാണുന്ന ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ഇമേജ് ഫോം ചെയ്യുന്നത്. ഈവൻ ഈ റെറ്റിനയ്ക്ക് മുൻപിലോ റെറ്റിനയ്ക്ക് പുറകിലോ ആണ് ഇമേജ് ഫോം ചെയ്യുന്നതെങ്കിൽ അത് നമ്മുടെ ഐയുടെ ഒരു ഡിഫക്റ്റായിട്ട് നമുക്ക് കണക്കാക്കാം. സോ നമ്മുടെ നോർമലി നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച അനുസരിച്ച് നിയർ പോയിൻറ്റും ഫാർ പോയിൻറ്റും ഉണ്ട്. അത് മിക്കപ്പോഴും 25 സെൻറ്റിമീറ്ററിലായിരിക്കും. ഓക്കെ, സോ ഈ 20 അതായത് നോർമൽ ഐ ക്യാൻ സീ വെരി ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് ക്ലിയർലി, ബട്ട് നിയർ ഓൺലി ഇഫ് ദേ ആർ അറ്റ് ദ ഡിസ്റ്റൻസ് ഗ്രേറ്റർ ദാൻ 25 സെൻറ്റിമീറ്റർ ഫ്രം വൺ. ഓക്കെ, സോ ദ എബിലിറ്റി ഓഫ് ഐ ടു സീ ഒബ്ജക്റ്റ് ഫ്രം infinite distance to 25 centimeter is called the power of accommodation. സിംപ്ലി പവർ ഓഫ് അക്കോമഡേഷൻ ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തരാം. നിങ്ങൾ ട്രെയിൻ പോകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരൊറ്റ കോച്ചായിട്ടോ ഒരൊറ്റ ബോഗിയായിട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടിന്യൂസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കും. അതാണ് പവർ ഓഫ് അക്കോമഡേഷൻ, അല്ലെങ്കിൽ നമ്മുടെ കണ്ണുകളുടെ സമജ്ഞനക്ഷമത എന്ന് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ വേറൊരു എക്സാമ്പിൾ, നമ്മൾ ഫിലിംസ് ആയിരുന്നു പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് സിനിമകൾക്കൊക്കെ വേണ്ടിയിട്ട്. ആ ഫിലിംസ് ഓരോന്ന് ആഡ് ചെയ്ത് ഓരോ ഫിലിംസും ഓരോ ഷോട്ടും ഓരോ ഫിലിമായിരുന്നു. അങ്ങനെ ഓരോ ഫിലിംസും ആഡ് ചെയ്താണ് സിനിമകൾ വരുന്നത്. ആക്ച്വലി ഓരോ ഫിലിം കഴിയുമ്പോഴും അവിടെ ഒരു ബ്രേക്ക് വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ കണ്ണുകളിൽ നമുക്കത് തോന്നില്ല, കാരണം നമ്മുടെ കണ്ണുകളുടെ ഈ പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നൊരു കപ്പാസിറ്റി ഉള്ളത് കൊണ്ടാണത് തോന്നാത്തത്. വേറൊരു എക്സാമ്പിൾ പറയാം. നിങ്ങളൊരു ഇരുട്ടുമുറിയിൽ കയറിയിട്ട് ഒരു സാമ്പ്രാണിയോ അല്ലെങ്കിൽ ഒരു തീപ്പെട്ടിക്കൊള്ളിയോ കത്തിച്ചിട്ട് അത് ആ റെഡ് ഹോട്ടായിട്ടിരിക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ, അത് വെച്ചിട്ട് ജസ്റ്റ് ആ ഇരുട്ടുമുറിയിൽ നിങ്ങൾ കൈ വെച്ചിട്ട് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ, ഒരു വൃത്തം വരച്ചു കഴിഞ്ഞാൽ, നമ്മളത് എൻഡ് ചെയ്യാതെ ഒരു കംപ്ലീറ്റ് ഒരു റൗണ്ടായിട്ട് തന്നെ നമ്മുടെ കണ്ണുകളിൽ അത് തോന്നും. ഓക്കെ, അതായത് കംപ്ലീറ്റ് ആയിട്ട് ഒരു റൗണ്ട് വരയ്ക്കുന്ന പോലെ നമുക്ക് തോന്നും. സോ ഇതെല്ലാം നമ്മുടെ പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്ന കണ്ണിൻ്റെ പ്രോപ്പർട്ടിയാണ്. നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്ന എക്സാമ്പിളാണ് ഇതൊക്കെ. ഓക്കെ, സോ ദ എബിലിറ്റി ഓഫ് ഐ ടു സീ ഒബ്ജക്റ്റ് ഫ്രം ഇൻഡെഫിനിറ്റ് ഡിസ്റ്റൻസ് ടു 25 സെൻറ്റിമീറ്റർ ഈസ് കോൾഡ് പവർ ഓഫ് അക്കോമഡേഷൻ. സി, ഞാൻ പറഞ്ഞു ഇമേജ് മിക്കപ്പോഴും നമ്മുടെ കണ്ണുകളിൽ ഫോം ചെയ്യുന്നത് റെറ്റിന എന്ന് പറയുന്ന പോർഷനിലാണ്. സോ ഇവിടെ റെറ്റിനയ്ക്ക് മുൻപിൽ ഒരു ഇമേജ് ഫോം ചെയ്താലും റെറ്റിനയ്ക്ക് ശേഷമാണ് ഇമേജ് ഫോം ചെയ്യുന്നതെങ്കിലും അത് നമ്മുടെ കണ്ണിൻ്റെ ഒരു ഡിഫക്റ്റാണ്. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലെൻസിലൂടെയൊക്കെ ഈ പ്രകാശം കടന്നു പോയി റെറ്റിനയിൽ ഫോം ചെയ്യുന്നതാണ് നോർമൽ വിഷൻ. ഓക്കെ, ദ ഇമേജ് ഫോംഡ് ഇൻ റെറ്റിനയാണ് നോർമൽ വിഷൻ. ഇനി നോക്ക്, മയോപ്പിയ ഉള്ള ഒരാളെ സംബന്ധിച്ച് ഈ ഇമേജ് ഫോം ചെയ്യുന്നത് എപ്പോഴും ഇമേജസ് ഫോംഡ് ബിഫോർ റെറ്റിന. ഇതാണ് നമ്മുടെ റെറ്റിന ഇവിടെ. ഓക്കെ, ഈ റെറ്റിനയുടെ മുന്നിലായിരിക്കും ഇമേജ് ഫോം ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് മയോപ്പിയ. ഇനി അതിന് ശേഷമാണ് റെറ്റിനയ്ക്ക് പുറകിലായിട്ടാണ് ഇവിടെ ഇമേജ് ഫോം ചെയ്യുന്നതെങ്കിൽ അതിനെ ഹൈപ്പർ മെട്രോപ്പിയ എന്ന് പറയും. ഓക്കെ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ഡോണ്ട് മൈൻഡ്. ഹൈപ്പർ മെട്രോപ്പിയ. ഓക്കെ, മയോപ്പിയ ആൻഡ് ഹൈപ്പർ മെട്രോപ്പിയ. സോ ഇവിടെ
നമ്മൾ നോർമലി ഈ ഹൈപ്പർ മെട്രോപ്പിയ എന്ന് പറഞ്ഞാൽ മെട്രോപ്പിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോർട്ട് സൈറ്റിനെ പറയുന്ന പേരാണ് കേട്ടോ. ഹ്രസ്വദൃഷ്ടിയെ പറയുന്ന പേരാണ് ഈ പറയുന്ന ഹൈപ്പർ മെട്രോപ്പിയ. റെറ്റിനയിലായിരിക്കും നമ്മുടെ ഇമേജ് ഫോം ചെയ്യുന്നത്. റെറ്റിനയ്ക്ക് മുന്നിലാണെങ്കിലും പുറകിലാണ് ഇമേജ് ഫോം ചെയ്യുന്നതെങ്കിൽ അത് രണ്ടും ഡിഫക്റ്റ് ആണ്. ആ ഡിഫക്റ്റിനെ വെച്ചാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ image not form in a retina, the eye has some defects of vision, and following are the common defects that myopia. Okay, myopia and myopia പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ the defect that distant objects are not clearly visible. അടുത്തിരിക്കുന്ന സാധനങ്ങൾ വ്യക്തമായിട്ട് കാണാൻ പറ്റത്തില്ല. Okay, far point is at a distance is lesser than infinity, and hence the image distant object is formed before the retina and defect is removed by diverging അല്ലെങ്കിൽ കോൺകേവ് ലെൻസ് ഉപയോഗിച്ച് മാറ്റാമെന്നാണ് പറയുന്നത്. ഒരിക്കൽ കൂടി പറയാം. മയോപ്പിയ എന്ന് പറഞ്ഞാൽ ഷോർട്ട് സൈറ്റ് ഓർ നിയർ സൈറ്റ്. ഷോർട്ട് സൈറ്റ് എന്ന് പറഞ്ഞാൽ അടുത്തിരിക്കുന്ന സാധനം മാത്രമേ കാണാൻ പറ്റുള്ളൂ, ദൂരെയുള്ളതിനെയൊന്നും കാണാൻ പറ്റത്തില്ല. അതിന് കാരണം, ഷോർട്ട് സൈറ്റിന് കാരണം അല്ലെങ്കിൽ മയോപ്പിയയ്ക്ക് കാരണം, ഇവിടെ ഇമേജ് ഫോം ചെയ്യുന്നത് എവിടെയാ? റെറ്റിനയ്ക്ക് മുന്നിലായിരിക്കും ഫോം ചെയ്യുന്നത്. അതുകൊണ്ടാണ് അടുത്തിരിക്കുന്ന മാത്രമേ കാണാൻ പറ്റുള്ളൂ. റെറ്റിനയ്ക്ക് മുന്നിലായിരിക്കും ഇമേജ് ഫോം ചെയ്യുന്നത്. ദാറ്റ് ഈസ് കോൾഡ് മയോപ്പിയ. ഷോർട്ട് സൈറ്റ്. നോർമൽ വിഷൻ ആണെങ്കിലോ നമ്മുടെ ലെൻസിലൂടെ പ്രകാശം കടന്നുപോയി റെറ്റിനയിലായിരിക്കും ഇമേജ് ഫോം ചെയ്യുന്നത്. പക്ഷേ മയോപ്പിയ ഷോർട്ട് സൈറ്റിലാണെങ്കിൽ നമുക്ക് ഇമേജ് ഫോം ചെയ്യുന്നത് റെറ്റിനയ്ക്ക് മുമ്പിലായിരിക്കും. ഇനി റെറ്റിനയ്ക്ക് ശേഷമാണ്, റെറ്റിനയുടെ പുറകിലാണ് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ലോങ് സൈറ്റ്നെസ് എന്ന് പറയും. ഓക്കെ, ഈ ഷോർട്ട് സൈറ്റ് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്നത് അതിന് കോൺകേവ് ലെൻസ് ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കോൺകേവ് അല്ലെങ്കിൽ ഡൈവേർജിങ് ലെൻസ്. ഹൈപ്പർ മെട്രോപ്പിയ ആണെങ്കിൽ അല്ലെങ്കിൽ ലോങ് സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വ്യത്യാസം? ദൂരെയുള്ളത് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ, അടുത്തുള്ളതൊന്നും കാണുന്നില്ല. സോ അതാണ് ലോങ് സൈറ്റ്. ഓക്കെ, അല്ലെങ്കിൽ ഫാർ സൈറ്റ് എന്ന് പറയും. കാരണം നിയർ ഒബ്ജക്ട്സ് ഒന്നും നമുക്ക് കറക്റ്റായിട്ട് വിസിൽ ആവുന്നില്ല. സോ ഇതിൻ്റെ നിയർ പോയിന്റ് എന്ന് പറയുന്നത് 25 സെൻറ്റിമീറ്ററിൽ കൂടുതലായിരിക്കും. നമുക്ക് നോർമൽ വിഷൻ്റെ അകത്ത് 25 സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ ഫാർ പോയിന്റ്. സോ ഇവിടെ വരുമ്പോഴത്തേക്കും നിയർ പോയിന്റ് അറ്റ് ഡിസ്റ്റൻസ് ഇസ് ഗ്രേറ്റർ ദാൻ 25 സെൻറ്റിമീറ്റർ. മയോപ്പിയയുടെ കേസ് വരുമ്പോഴത്തേക്കും ഈ 25 സെൻറ്റിമീറ്റർ വീണ്ടും കുറവായിരിക്കും. 25 സെൻറ്റിമീറ്ററിൽ അതിലും കുറവായിരിക്കും. അപ്പം നമ്മുടെ നിയർ പോയിന്റും ഫാർ പോയിന്റും ഉണ്ട്. അത് കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ്. വേറെ ഒന്നും ആലോചിക്കേണ്ട, ഇത്രയും മനസ്സിലാക്കുക. ഷോർട്ട് സൈറ്റ് എന്ന് പറഞ്ഞാൽ അടുത്തുള്ള സാധനം മാത്രമേ കാണുകയുള്ളൂ. കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് വേണം നമുക്കത് മാറ്റാൻ. അവിടെ ഇമേജ് ഫോം ചെയ്യുന്നത് റെറ്റിനയ്ക്ക് മുന്നിലായിരിക്കും. ലോങ് സൈറ്റ് എന്ന് പറഞ്ഞാൽ ഇമേജ് ഫോം ചെയ്യുന്നത് റെറ്റിനയുടെ പുറകിലായിരിക്കും. ദൂരെയുള്ളത് മാത്രമേ കാണാൻ പറ്റുള്ളൂ, അടുത്തുള്ളതൊന്നും കാണാൻ പറ്റത്തില്ല. സോ ഇവിടെ കൺവേർജിങ് ലെൻസ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇനി മറ്റൊന്നാണ് പ്രസ്ബയോപ്പിയ. പ്രസ്ബയോപ്പിയ എന്ന് പറഞ്ഞാൽ ഇവിടെ ഫാർ പോയിന്റും നിയർ പോയിന്റും 25 സെൻറ്റിമീറ്റർ അല്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. സോ എപ്പോഴും ഫാർ പോയിന്റ് ലെസർ ദാൻ ഇൻഫിനിറ്റി ആൻഡ് നിയർ ഗ്രേറ്റർ ദാൻ 25 സെൻറ്റിമീറ്റർ. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇത്ര ആലോചിക്കുക. ഇത് പ്രസ്ബയോപ്പിയയും മയോപ്പിയയും തമ്മിലുള്ള ഡിഫറൻസ് ഈ പിക്ചറിൽ നിന്ന് നോക്കി മനസ്സിലാക്കുക. ഓക്കെ, റെറ്റിനയുടെ ഫ്രണ്ടിലായിരിക്കും മയോപ്പിയ ആണെങ്കിൽ ഇമേജ് ഫോം ചെയ്യുന്നത്. പ്രസ്ബയോപ്പിയ ആണെങ്കിൽ അതിനും പുറകിലായിരിക്കും ഇമേജ് ഫോം ചെയ്യുന്നത്. റെറ്റിന കഴിഞ്ഞു പോകും. ഓക്കെ, സോ പ്രസ്ബയോപ്പിയ നമുക്ക് എങ്ങനെയായിരിക്കും മാറ്റാൻ പറ്റുന്നത്? നമുക്ക് ബൈഫോക്കൽ ലെൻസ് ആയിരിക്കും നമ്മൾ കൂടുതൽ ഉപയോഗിക്കുക. ഓക്കെ, ബൈഫോക്കൽ ലെൻസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. സോ ഈ പ്രസ്ബയോപ്പിയാണ് നമ്മൾ വെള്ളെഴുത്ത് എന്ന് പറയുന്നത് കേട്ടോ, അതും കൂടെ മനസ്സിലാക്കുക. ഈ വെള്ളെഴുത്ത് എന്ന് പറയുന്നത് കൂടുതലും ഓൾഡ് ഏജ് ഡിസീസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, സോ മറ്റൊരു കാര്യം,
സീലിയറി മസിൽസ്, നമ്മുടെ കണ്ണുകളിൽ സീലിയറി മസിൽസ് ഉണ്ട്. ഈ മസിൽസിൻ്റെ പ്രവർത്തനം ശരിയായ രീതിയിലല്ല നടക്കുന്നതെങ്കിൽ, ആ ഒരു ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിലും ഈ പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്ന കപ്പാസിറ്റി കണ്ണിന് നഷ്ടപ്പെടും. ഓക്കെ, അതേപോലെ ഫോക്കൽ ലെങ്തും ഡിഫറെൻ്റ് ആയിരിക്കും. ഇനി അസ്റ്റിഗ്മാറ്റിസം എന്ന് പറയുന്ന മറ്റൊരു ഡിസീസ് നോക്കാം. ഇത് ഇംപെർഫെക്റ്റ് ആൻഡ് സ്പെറിക്കൽ നേച്ചർ ഓഫ് ഐ ആണ്, ഐ ആൻഡ് ലെൻസാണ്. അതായത് നമ്മുടെ കണ്ണിനൊരു സ്പെറിക്കൽ ഷേപ്പാണ്, നമുക്കറിയാം. അതേപോലെ അതിൻ്റെ അകത്തൊരു ഫ്ലൂയിഡ് ഉണ്ട്. സോ ഈ ഫ്ലൂയിഡ് പ്രോപ്പറായിട്ടല്ല, നമ്മുടെ കണ്ണിന് ഓവർ സ്ട്രെസ്സ് വരുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഫ്ലൂയിഡൊക്കെ ഡ്രൈ ആവാനായിട്ട് തുടങ്ങും. സോ അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിലാണ് നമുക്ക് ഇതേപോലെ തന്നെ ഫോക്കൽ ലെങ്ത് ഡിഫറെൻ്റ് ആകും. സോ അങ്ങനെയാണ് അസ്റ്റിഗ്മാറ്റിസം എന്ന് പറയുന്ന ഒരു ഡിസീസ് വരുന്നത്. ഇത്രയേ ഉള്ളൂ ഇംപെർഫെക്റ്റ് സ്പെറിക്കൽ നേച്ചർ ഓഫ് ദ ഐ ലെൻസ്. ഓക്കെ, സോ ഇത് നമുക്ക് ദിസ് ഡിഫെക്റ്റ് ഇൻ ഡയറക്ഷൻ ക്യാൻ ബി റിമൂവ്ഡ് ബൈ യൂസിങ് സിലിണ്ടറിക്കൽ ലെൻസ്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ സിലിണ്ടറിക്കൽ ലെൻസൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരെ. കൂടുതലായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം ഈ പറയുന്ന എല്ലാ ഡിസീസും ജനറ്റിക്കായിട്ട് വരാം, അതല്ലാതെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ടും ഒക്കെ വരാം. അപ്പോൾ കൂടുതലായിട്ടും ഇപ്പോൾ ഷോർട്ട് സൈറ്റൊക്കെ വരാനായിട്ടുള്ള കാരണം നമ്മുടെ അമിതമായിട്ടുള്ള സ്ക്രീനിൻ്റെ ഉപയോഗമാണ്. ഓക്കെ, സോ നമുക്ക് ഉപയോഗിക്കാതിരിക്കാൻ മാർഗ്ഗമില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതനുസരിച്ചൊരു സ്ട്രെസ്സ് കണ്ണിന് കൊടുക്കാതിരിക്കുക എന്നേ ഉള്ളൂ. ഓക്കെ, ഈവൻ നിങ്ങൾ സ്ക്രീൻ യൂസ് ചെയ്യുന്ന സമയത്താണെങ്കിലും ബോധപൂർവ്വം ഓർക്കുക കണ്ണ് ബ്ലിങ്ക് ചെയ്യുന്ന കാര്യം. കാരണം കണ്ണ് ഡ്രൈ ആവുന്നതും മറ്റൊരു ഇഷ്യൂ ആണ്. ഇടയ്ക്കിടയ്ക്ക് പോയി കണ്ണ് കഴുകുക, മുഖം കഴുകുക, ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. തന്നെ അതേപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് 1 hour 2 hour ഒക്കെ സ്ക്രീൻ നോക്കി ഇരിക്കുന്നതിനേക്കാളും ഒരു 15 minutes 20 minutes ഗ്യാപ്പിൽ കണ്ണടച്ച് ഒരു 10 സെക്കൻഡെങ്കിലും നിങ്ങൾ ഇരിക്കുക. ഓക്കെ, അപ്പോൾ അതൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കണ്ണിന് സ്ട്രെസ്സ് കൊടുക്കാതിരിക്കാൻ ചെയ്യുന്ന കാര്യം. പിന്നെ ഹൈ ബ്രൈറ്റ്നസ് അധികം ഉപയോഗിക്കാതിരിക്കുക. പിന്നെ ലൈറ്റ്, ഓക്കെ, കണ്ണിലേക്ക് കടന്നു കയറുന്ന രീതിയിലുള്ള ലൈറ്റൊന്നും അതും കാര്യമായിട്ടും അതൊക്കെ ഒഴിവാക്കുക. ഓക്കെ, അപ്പോൾ അതൊക്കെ ആ രീതിയിലൊക്കെ മാത്രമേ നമുക്ക് കണ്ണിനെ സംരക്ഷിക്കാനായിട്ട് നിലവിൽ പറ്റുള്ളൂ. ഓക്കെ, സോ മാക്സിമം അതേപോലെ വെയിലത്ത്, ഇപ്പോഴത്തെ വെയിലത്ത് ഇറങ്ങുമ്പോൾ പരമാവധി കണ്ണടകൾ യൂസ് ചെയ്യുക. അതും കറുത്ത കണ്ണടകൾ തന്നെ യൂസ് ചെയ്യുക. സ്റ്റൈലിന് വേണ്ടിയിട്ടല്ല, നമ്മുടെ കണ്ണിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി മാത്രമാണ് അങ്ങനെ വിചാരിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത്. ഓക്കെ.